പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ദ മോസ്റ്റ് ഫ്ലോപ്പ് ആവാൻ സാധ്യത ആരാണ് എന്നുള്ളത് എക്സ്കാസ്റ്റ് ലീഗ് കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൻ്റെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും ലിവർപൂളിൻ്റെ ദ മോസ്റ്റ് ഡിഫെൻസീവ് വൻ മതിലായിട്ടുള്ള വാൻ ഡൈക്ക് ആവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഒരുപാട് ഞാനത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു നല്ലോണം ഊക്കി എനിക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. പക്ഷേ അതിൽ ഞാനിങ്ങനെ പറഞ്ഞു പോയപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്കത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് എന്ന് എനിക്ക് പറയണമല്ലോ, അല്ലെങ്കിൽ അതിനൊരു സംഭവം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ വാൻ ഡൈക്കൊക്കെ ഫ്ലോപ്പ് എന്ന് ചിന്തിക്കുക, നീ പ്രീമിയർ ലീഗ് കാണാറുണ്ടോടാ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ആ രീതിയിലുള്ളൊരു സാധനമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷനാണ്. ആൻഡ് പ്ലസ് ലിവർപൂൾ എന്ന് പറയുന്ന ടീമിനെ കുറിച്ചുള്ളൊരു വീഡിയോ കൂടിയാണ്. ഐ തിങ്ക് പ്രീമിയർ ലീഗിൽ ദിസ് സീസൺ കഴിഞ്ഞ ചാമ്പ്യന്മാരായിട്ടുള്ള ലിവർപൂൾ ഈസ് എ ടീം ഇൻ ഡേഞ്ചർ ആൻഡ് ഓൾസോ ഈസ് എ ഡേഞ്ചർ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ കമൻറ്റ് ചെയ്യുന്നവരോടും കൂടെ ഉള്ളൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഫുട്ബോൾ കാണുന്നതും ഫുട്ബോൾ മനസ്സിലാവുന്നതും നിങ്ങൾക്ക് മാത്രമാണെന്നുള്ളത്. ഒപ്പീനിയൻസും പെർസ്പെക്റ്റീവ്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അതിനകത്ത് എപ്പോഴും ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം കീപ്പ് ചെയ്യുക എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇതിന് ഞാൻ ആദ്യം ലിവർപൂളിൻ്റെ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. കൂടുതലും ചെൽസിയുടെയും ആർസണലിൻ്റെയും യുണൈറ്റഡിൻ്റെയും അങ്ങനെ കുറച്ചങ്ങനെ പോവാം, ലിവർപൂളിൻ്റെ കുറച്ചൊക്കെ കഴിഞ്ഞ് തുടങ്ങാം എന്നിങ്ങനെ ഒരു മൈൻഡ് സെറ്റിലിരുന്നത്. പിന്നെ ഈ കമൻറ്റ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ അറിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ പ്രീമിയർ ലീഗ് കാണാത്തത് കൊണ്ടാണോ എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ. അപ്പോൾ മുഴുവൻ കാണുക കേട്ടോ, എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എന്നുള്ളതിന് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തരാം. ഫസ്റ്റ്, ഈ പ്രീമിയർ ലീഗ് കാണുന്നു, പ്രീമിയർ ലീഗ് മനസ്സിലാക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ മേ ബി സീസൺ തുടങ്ങിയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. എനിക്കറിയില്ല. ലിവർപൂളിൻ്റെ പ്രീ സീസൺ മാച്ചുകൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഹൈലൈറ്റ്സ് എങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ 6 മത്സരങ്ങളിൽ നിന്നും ഇവർ ഈ പറയുന്നത് പോലെ തന്നെ എൻ്റെ അറിവിൽ 20 ഗോളുകൾ സ്കോർ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ലിവർപൂൾ ഈസ് എ ടീം വിച്ച് ഇസ് വെരി ഡേഞ്ചറസ്. അവരുടെ ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ അവർ ഷോപ്പ് ചെയ്തിരിക്കുന്നത് നോക്ക്, സ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോക്ക്. ചാമ്പ്യൻസ് എന്ത് സ്പെൻഡ് ചെയ്യുക, ലൈക്ക് അടിച്ച് പൊളിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. 300 മില്യണിലേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്ത് ഫ്രണ്ട് ലൈനിലും മിഡിലും ഒക്കെ ഉള്ള നല്ല പ്ലേയേഴ്സിനെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രീ സീസൺ കാണിക്കുന്നതും എന്താണ്, ഗോൾ സ്കോർ ചെയ്യാൻ ലിവർപൂളിന് ഒരു മടി ഉണ്ടാവില്ല, അതെന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ പ്രീ സീസണിൽ തന്നെ അവസാന 4 മത്സരങ്ങളിൽ നിന്നും 8 ഗോളുകൾ, ആൻഡ് അത് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്ത് നമ്മുടെ പാലസിൻ്റെ കൂടി 2 കൺസീഡ് ചെയ്തു. അപ്പോൾ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഗോളുകൾ തിരിച്ച് വാങ്ങിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സാധനത്തിനുള്ള ഇമ്പോർട്ടൻസ് കൂടുന്നത് എന്നുള്ളതാണ്. എല്ലാവർക്കും വേണമെങ്കിൽ പറയാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ സീസൺ ആണോ ബ്രോ പ്രീമിയർ ലീഗ്? പ്രീ സീസൺ അല്ല പ്രീമിയർ ലീഗ്. പക്ഷേ ഇതിനകത്ത് ഉണ്ടാവുന്ന മിസ്റ്റേക്സും ചില പ്ലെയേഴ്സിൻ്റെ പൊസിഷനിങ്, ടൈമിങ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് പ്രീ സീസണിൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പ്രീ സീസൺ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ചുമ്മാതാണെന്നുണ്ടെങ്കിലും അതിലെ കോച്ചിനും പ്ലെയേഴ്സിനും ഇറ്റ്സ് ലൈക്ക് എ പ്രാക്ടീസ്, അല്ലെങ്കിൽ അത് ഈ സീസണ് മുമ്പുള്ള അവരെ അനലൈസ് ചെയ്യാനും സംഭവങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ പ്രീ സീസണിലുണ്ടായ കളികളും സംഭവങ്ങളും ഇത്രയും ഗോളുകൾ കൺസീഡ് ചെയ്തപ്പോൾ എവിടെയൊക്കെയോ എനിക്കിപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് വാൻ ഡൈക്ക് അടക്കമുള്ള ലിവർപൂളിൻ്റെ ഡിഫൻസ് ചിലപ്പോൾ നമുക്ക് വലിയ അറ്റാക്സ്, ദൈവമേ അവന്മാർ ഇത്രയും ഗോൾ കൺസീഡ് ചെയ്തോ എന്ന് ചിന്തിപ്പിക്കാവുന്ന രീതിയിൽ ചിലപ്പോൾ സ്കോറുകൾ ഉണ്ടാവാം. ഇത് പ്രെഡിക്ഷൻ മാത്രമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവമൊന്നുമല്ല ഇങ്ങനെ അങ്ങോട്ട് സംഭവിക്കും എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് എനിക്ക് പ്രീ സീസൺ മാച്ചുകൾ കണ്ടു കഴിഞ്ഞ് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എസ്പെഷ്യലി വാൻ ഡൈക്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് കമ്മ്യൂണിറ്റി ഷീൽഡിൻ്റെ സമയത്ത് ആക്ച്വലി ആ 2 ഗോളുകൾ കൺസീഡ് ചെയ്തതിനെയല്ല ഞാൻ പറയുന്നത്, പുള്ളിയുടെ പൊസിഷനിങ്, ടൈമിങ്, ഇതിലൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒന്ന് യൂഷ്വലി ഐ റെസ്പെക്ട് ദിസ് മാൻ. വാൻ ഡൈക്ക് എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിലെ മാത്രമല്ല വേൾഡ് ഫുട്ബോളിൽ ഇപ്പോൾ നിലവിലുള്ള സെൻറ്റർ ബാക്സിലാണെന്നുണ്ടെങ്കിലും ഡിഫെൻസീവിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ഒരു സംശയമോ അല്ലെങ്കിൽ അതിലൊന്നും ഞാൻ തർക്കിക്കുകയല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ മാച്ചുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ ഈ സീസണിൽ പുള്ളിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു പെർഫോമൻസ് എന്നാണ് എനിക്ക് തോന്നിയത്. അതെൻ്റെ ഒപ്പീനിയൻ ആയിരിക്കാം.
അല്ലെങ്കിൽ ഞാൻ കണ്ടതിൻ്റെ ഞാൻ മനസ്സിലാക്കിയതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം. പക്ഷേ പുള്ളിയുടെ ചില സമയത്ത് ഓഫ് സൈഡ് ട്രാപ്പിലേക്ക് വരാനെടുക്കുന്ന ടൈമിങ് തെറ്റുന്നതും അതുപോലെ തന്നെ ചില പാസുകളും ഒക്കെയൊക്കെ വാൻ ഡൈക്കിൻ്റെ ഒരു യൂഷ്വൽ സ്റ്റൈലിൽ നിന്ന് മാറി വരുന്നതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി ഫസ്റ്റ് മാച്ചിൽ ആ 2 ഗോളുകൾ കൺസീഡ് ചെയ്തു. അതുകൊണ്ട് ലിവർപൂൾ തോറ്റോ അല്ലെങ്കിൽ 3 പോയിന്റ്സ് കിട്ടാതിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആ കൺസീഡ് ചെയ്തത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോൾ ഡിഫറൻസിലൊക്കെ ഇനിയിപ്പോൾ പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേ അതിൻ്റെ ക്ഷീണം നമ്മൾ അറിയുള്ളൂ. എങ്കിലും ഈ 2 ഗോളുകളിലും ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ എടുത്ത് പറയുകയാണ് കേട്ടോ. ലിവർപൂളിൻ്റെ ഷോപ്പിംഗ് നടത്തിയതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ആ 4 ഗോളും. അടിച്ച് എങ്ങനെയാണ് അവരെന്താണ് എവിടെ നിർത്തി അതിൽ നിന്ന് തുടങ്ങുന്നത് പോലെ തന്നെ അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഗോൾ കൺസീഡ് ചെയ്തു, അത് 2 എണ്ണം. അത് കഴിഞ്ഞ് പിന്നീടാണ് തിരിച്ച് കയറി വരേണ്ട സിറ്റുവേഷനിലേക്ക് വന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ആ ഫസ്റ്റ് ഗോളിൻ്റെ ആ ക്രോസ് സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും വാൻ ഡൈക്കിൻ്റെയും കൊനാറ്റയുടെയും പാസുകളിലാണെന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ ഈ ടൈറ്റിൽ ചെയ്തൊരു കാര്യം, ലിവർപൂൾ ഈസ് ഇൻ ഡേഞ്ചർ എന്ന് പറയാനുള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ങും ഇത് തന്നെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു, ഞാനിപ്പോഴും പറഞ്ഞല്ലോ, മേ ബി നിങ്ങൾ ആ പോഡ്കാസ്റ്റിൽ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവനെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എസ്പെഷ്യലി പ്രീ സീസണിൽ ഇത്രയും ഗോൾ കൺസീഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും വാൻ ഡൈക്കിൻ്റെ ഒരു ഫാനായിട്ടുള്ള എനിക്ക് മെസ്സിയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഡിഫെൻസീവായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ആർക്കും ഒരു ഹെയ്റ്റും തോന്നേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു ടാലൻറ്റ് തന്നെയാണ് വാൻ ഡൈക്ക് എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരന് ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്കും പ്രീ സീസൺ മാച്ചുകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റിലെ മാച്ചിലാണെന്നുണ്ടെങ്കിലും വാൻ ഡൈക്കിൻ്റെ പ്രോപ്പർ എറർ കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ എറർ ലീഡ് ചെയ്തിട്ടാണ് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊസിഷനിങ് കുറച്ചും കൂടെ ശരിയായിരുന്നെങ്കിൽ ആ ഗോൾ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു, ഫസ്റ്റിലെ ഗോൾ എസ്പെഷ്യലി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു. സോ എന്താണ് നിങ്ങൾക്കും എസ്പെഷ്യലി 2025-26 പ്രീമിയർ ലീഗിലെ ലിവർപൂളിൻ്റെ ഒരു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ അബൌട്ട് ലിവർപൂൾ ആൻഡ് ലിവർപൂളിൻ്റെ ഡിഫെൻസീവ് സ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതിൽ ശരി തോന്നുന്നുണ്ടോ തെറ്റ് തോന്നുന്നുണ്ടോ എന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ചില ആൾക്കാരോടുള്ള ഒരു സംഭവം കൂടെയാണ് കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമാണ് പ്രീമിയർ ലീഗ് കാണുന്നത്, നിങ്ങൾക്ക് മാത്രമാണ് ഫുട്ബോൾ മനസ്സിലാവുന്നത്, നിങ്ങൾ മാത്രം ഏതോ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു എന്നുള്ള ധാരണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഭാഷയിൽ പറയാനറിയാം. അതുകൊണ്ട് ഏറ്റവും നല്ല ഭാഷ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ മാത്രമല്ല ഫുട്ബോൾ കാണുന്നത്, നിങ്ങൾ മാത്രമല്ല ഇത് അനലൈസ് ചെയ്യുന്നത്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ പറയുന്നുണ്ട്. അതിനിപ്പോൾ ഞാനിപ്പോൾ എത്ര നീറ്റായിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താ എൻ്റെ വായിൽ തെറി അറിയാത്തത് കൊണ്ടോ എനിക്ക് തെറി മനസ്സിലാവാത്തതുകൊണ്ടോ പറയാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ല, എപ്പോഴും അതിനൊരു ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മളൊരു ഹെൽത്തി കോൺവെർസേഷൻ ആയിട്ട് കീപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ തെറി അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്. അപ്പം കമൻറ്റിൽ വരുമ്പോൾ ഏതാണ്ട് നീയൊക്കെ മാത്രമാണ് ഇതെല്ലാത്തിലും എന്തോ ഒരു വലിയ തേങ്ങ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ അപ്പം മറുപടി പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അത് മാറ്റി ഒരു കുറച്ചും കൂടെ പ്രോപ്പറായിട്ടുള്ളൊരു ഫുട്ബോളിങ് കൾച്ചർ കൊണ്ടുവരാനായിട്ടെങ്കിലും ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.